ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് മൈദയൊന്നും ചേർക്കാതെ ഗോതമ്പ് പൊടി വെച്ച് ചെയ്തെടുക്കുന്ന നുള്ളിവടയുടെ റെസിപ്പിയാണ്. ഇത് കുറച്ച് എണ്ണയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല മുറുമുറാന്നിരിക്കുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞെടുക്കുക. കനം കുറഞ്ഞ് എത്രയും കനം കുറച്ച് അരിയാവുന്നോ അത്രയും കനം കുറച്ച് അരിഞ്ഞെടുക്കുക. 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് സവാളയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർക്കുക. 1/4 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുക. ഇനി ഈ 3 ഐറ്റം കൂടെ ചേർത്തുകൊണ്ട് നല്ലവണ്ണം ഒന്ന് ഞെരടിയെടുക്കണം. ഒരു 1 മിനിറ്റ് നേരത്തോളം ഒന്ന് നല്ലവണ്ണം ഞെരടിയെടുക്കുക. സവാള അരിഞ്ഞെടുക്കുന്ന സമയത്ത് ആ വെള്ള ഭാഗം ഉണ്ടല്ലോ, കാമ്പ് പോലുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. സവാള എത്രയും കനം കുറച്ച് അരിഞ്ഞെടുക്കാവുന്നോ അത്രയും കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം. ആ സവാളയിൽ നിന്ന് നീരൊക്കെ ചാടി വരും. ആ രീതിയിൽ തന്നെ നല്ലവണ്ണം പ്രസ് ചെയ്ത് വേണം ഞെരടിയെടുക്കാനായിട്ട്. ഇതാ ഒട്ടിയിരിക്കുന്ന സവാളയൊക്കെ സെപ്പറേറ്റ് ആയി വരികയും വേണം. ഇതാ കുറച്ചൊക്കെ നനവ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഞെരടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. ഇതിനെ ഒരു 20 മിനിറ്റ് നേരത്തേനെ ഒന്ന് മൂടി വയ്ക്കണം. ഒരു 20 മിനിറ്റിൽ കൂടുതൽ ഒട്ടും ഇരിക്കേണ്ട. ഇതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് സവാളയിൽ കുറച്ചുകൂടിയൊക്കെ നനവ് വന്നിട്ടുണ്ട്. ആ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇനി ഇതാ ഒരു 1/4 സ്പൂണോളം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇഞ്ചി ചേർക്കുക. ഇനി ഒരല്പം കായപ്പൊടിയൂടെ ചേർക്കുക. ഇനി വലിയ ജീരകം ചേർക്കുക, അതായത് പെരുംജീരകം ചേർക്കുക. ഒരു 1/4 സ്പൂണോളം, ഇല്ലെങ്കിൽ പെരുംജീരകത്തിൻ്റെ പൊടിയായാലും ചേർത്താൽ മതി. ഇനി കുറച്ചേറെയായിട്ട് കറിവേപ്പില ചേർക്കുക. ഇനി ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഇത് സ്പൂൺ ഫുള്ളായിട്ട് ഒരു 3 സ്പൂൺ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചിടരുത്, കുറേശ്ശെയായിട്ട് ചേർത്തിളക്കണം. ഒരു 3 സ്പൂണായിട്ടുണ്ട്. ഇതിന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വലിയ കറിവേപ്പിലയാണെങ്കിൽ ഒന്ന് അരിഞ്ഞ് ചേർക്കണം. ഇത് ചെറുതായതുകൊണ്ട് അങ്ങനെ ഇട്ടത്. അതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വീണ്ടും പൊടി കുറച്ചുകൂടി ചേർക്കണം. ഒരു 2 സ്പൂൺ ഗോതമ്പ് പൊടി അതേ അളവിൽ തന്നെ വീണ്ടും 2 സ്പൂണോടെ ചേർക്കുകയാണ്. ഇപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. ചില സവാളയ്ക്ക് വെള്ളം കൂടുതൽ കാണും, അതുകൊണ്ടാണ് കുറേശ്ശെയായിട്ട് ചേർത്ത് ഇളക്കുക. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ സവാളയും മാവും വേറെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ യോജിപ്പിച്ച് കിട്ടണം. അതിനു വേണ്ടി ഇതിനകത്തോട്ട് ഒരു തവി വെള്ളം ഒഴിക്കണം. കൂടിപ്പോകരുത്, ഒരു തവിയാണ് ഒഴിക്കുന്നത്. ഇനി വീണ്ടും ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടണം. അതുകൊണ്ട് ഒരുപാട് വെള്ളം ആകാൻ പാടില്ല. ഇനി ഇതാ വെള്ളം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വീണ്ടും 2 സ്പൂൺ ഗോതമ്പ് പൊടിയൂടെ ചേർക്കുക. അങ്ങനെ ടോട്ടൽ 7 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്തത് 2 കപ്പ് സവാളയ്ക്ക്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയില അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. മാവെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയും വേണം. ആദ്യമേ ചേർക്കുമ്പോൾ കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കാനായിട്ട് നോക്കണം. നമ്മൾ ക്രിസ്പി ആയിട്ട് എടുക്കുമ്പോൾ നല്ലൊരു കളറും കിട്ടും, ടേസ്റ്റുമാണ്. എരിവ് അഥവാ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതലായിട്ട് ചേർക്കാനായിട്ട് നോക്കണം. മാവെല്ലാം നല്ലവണ്ണം മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ആകാതെ തന്നെ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഒട്ടും എണ്ണ കുടിക്കാതെ വറുത്തെടുക്കാനായിട്ട് പറ്റും. ഇനി വറുത്തെടുക്കുക. കടായിൽ എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ മതി. നല്ല കുഴിഞ്ഞ കടായി നോക്കി എടുക്കുക. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം എണ്ണയുടെ അളവിൽ കുറേശ്ശെയായിട്ട് ഇടുക. അതിനുശേഷം തീയൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് നല്ലവണ്ണം മുരിച്ചെടുക്കാനായിട്ട്. ഇതിന് പ്രത്യേക ഷേപ്പൊന്നുമില്ല. മാവിൽ നിന്ന് കുറേശ്ശെയായിട്ട് നുള്ളിയെടുക്കുക. അതായത് ഇങ്ങനെ പിച്ചി എടുക്കുക.
ഇത് ഉരുട്ടി വെക്കുകയോ പരത്തി വെക്കുകയോ ഒന്നും ചെയ്യരുത്. ഏത് ഷേപ്പിലാണോ നുള്ളി എടുക്കുന്നത് അതേ ഷേപ്പിൽ തന്നെ എണ്ണയിലിടണം. അപ്പോൾ ഇങ്ങനെ വാല് പോലൊക്കെ സവാളയൊക്കെ വരും. അതൊന്നും ഒതുക്കി വെക്കാതെ തന്നെ അങ്ങനെ എണ്ണയിലിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. ഏകദേശം 1 സ്പൂണിൻ്റെ അളവ് വരുന്ന രീതി വേണം മാവിങ്ങനെ നുള്ളിയെടുക്കാനായിട്ട്. ആ വാല് പോലെ ഇരിക്കുന്ന ഉള്ളിയൊക്കെ നല്ലതായിട്ട് ക്രിസ്പി ആവും. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് ഒരു 20 മിനിറ്റ് നേരമൊക്കെ ഉപ്പൊക്കെ പുരട്ടി വെച്ചാൽ അപ്പോൾ ആ ഉള്ളിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. ആ വെളിയിലോട്ട് തള്ളിയിരിക്കുന്ന ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് കരിയാതെ വേണം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം മുരിച്ചെടുക്കാനായിട്ട്. അതുപോലെ അല്പാൽപ്പം മാവിടുന്നത് കാരണം ആ തിളച്ച എണ്ണയൊക്കെ ആ ഇടയിലൊക്കെ കയറിയിട്ട് ഉള്ളിയെല്ലാം മുരിഞ്ഞു കിട്ടുകയും ചെയ്യും. ഇതിങ്ങനെ നുള്ളി ഇടുന്നതുകൊണ്ടാണ് നുള്ളിവട എന്ന് പേര് വന്നത്. അതുപോലെ ഇതൊരു സ്ട്രീറ്റ് ഫുഡ് ഐറ്റമാണ്. അവരിത് മൈദയിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മളിത് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഗോതമ്പൊടി തന്നെ ചെയ്തെടുക്കുക. നമുക്ക് ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ വീണ്ടും ഇത് ഇങ്ങനെ ഇടയ്ക്ക് മഴയൊക്കെ ഉള്ള സമയത്ത് ഇത് കഴിക്കാനായിട്ട് നമുക്കൊരു തോന്നലുണ്ടാകും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗോതമ്പൊടി തന്നെ ചെയ്തെടുക്കുക. ഇതായത് പാകത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനി കോരിയെടുക്കാം. ഇതിനെ നമ്മൾ കോരിയെടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇത് കുറച്ചുകൂടി ഒരു ഡാർക്ക് കളർ, ഒരു ബ്രൗൺ കളറായിട്ട് വരികയും ചെയ്യും. ഇതിങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ എണ്ണ കുടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എണ്ണയിൽ ഒട്ടും എന്താ കലങ്ങിയിട്ടില്ല. ഇനി രണ്ടാമത്തെ ബാച്ചും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നല്ലവണ്ണം മുരിച്ച് കോരിയെടുത്തതിന് ശേഷം കുറച്ചുകൂടി ഇതൊന്ന് ഡാർക്ക് കളറാകുകയും ചെയ്യും. മാവിൽ മല്ലിയില ചേർക്കുകയാണെങ്കിൽ ഒരല്പം ടേസ്റ്റിന് ഡിഫറൻസ് ഉണ്ടാവുക. അത് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് തൊട്ട് കഴിക്കാനായിട്ട് സോസിൻ്റെ ഒന്നും ആവശ്യം തന്നെയില്ല. ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 3 ബാച്ചായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നുള്ളിവടയുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാൻ മറക്കരുത്. അപ്പോഴാണ് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗത്തിലെത്തുക. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.